ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ VN വീഡിയോ എഡിറ്ററിൽ മലയാളം ഫോണ്ട് ആഡ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള VN ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് വീഡിയോ ആണോ അല്ലെങ്കിൽ ഏത് ഫോട്ടോയിലാണോ മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നിങ്ങൾ VNലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ നിന്ന് എസ് എന്നൊരു ഐക്കൺ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് മലയാളം ഫോണ്ടാണോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു മലയാളം ഫോണ്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. VNലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത മലയാളം ഫോണ്ട്. പക്ഷെ ഇവിടെ ഞാൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇതിൽ വേറെ എന്തൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ കൃത്യമായിട്ട് മലയാളം എന്നുള്ളത് ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം രതീഷ്.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിങ്ങൾ കയറുക. കയറിയിട്ട് നിങ്ങൾക്ക് എന്താണോ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്യാണ്. മലയാളം. അപ്പോൾ ഈ ഒരു സൈറ്റ് നമുക്കൊരു കോഡ് രൂപത്തിലാക്കി തരും. ആ ഒരു കോഡ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ VN വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ കണ്ട ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ അവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് ആ ഒരു കാര്യം ഇവിടെ മലയാളത്തിൽ ആ ഒരു ഫോണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എത്ര ഫോണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും.